പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും അതിശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസമായി ദൈവാത്മാവിടുന്ന് ആമേ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഈ രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാണന് ഭീഷണിയായി നിൽക്കുമ്പോൾ, നമ്മുടെ ജീവന് ഭീഷണിയായി പലവിധമാകുന്ന പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ, അത് രോഗമായാലും സാമ്പത്തികമായാലും മറ്റേതു വിധമാകുന്ന പ്രതിസന്ധികളായാലും ജീവന് ഭീഷണിയായി ശത്രു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവാത്മാവ് വ്യക്തമായി അവിടെ വിളിച്ചു പറയുന്ന ഒരു ദൈവിക വാക്യം എന്ന് പറയുന്നത്, നിന്റെ പ്രാണനെ, നമ്മുടെ പ്രാണനെ ദൈവാത്മാവ് പരിപാലിക്കുവാൻ തക്ക നമ്മുടെ ആയിത്തീരും. നമ്മുടെ പ്രാണനെതിരായി ശത്രുശക്തമായി ഓരോ ദിനങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മരണകരമായ അനുഭവങ്ങൾ ജീവിത മേഖലയിൽ കടന്നു വന്ന് മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും മരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തോടും പ്രാണന് ഭീഷണിയായി ശത്രു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം വ്യക്തമായി വചനത്തിൽ കൂടി വിളിച്ചു പറയുന്നു, നമ്മുടെ പ്രാണന് സംരക്ഷണം ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം. അതിനെ തുടർന്ന് ഞാനൊരു ദൈവിക വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകം 121 7-8 വാക്യം. യഹോവ നിന്നെ സകല അനർത്ഥത്തിൽ നിന്നും കാക്കും, അവൻ നിന്റെ പ്രാണനെ കാക്കും, അവൻ നിന്റെ പുറപ്പാടും വരവും ഇന്നു മുതൽ എന്നേക്കും യഹോവ കാക്കും. അവിടെ ദൈവാത്മാവ് വ്യക്തമായി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നിന്റെ അനർത്ഥങ്ങളുടെ നടുവിൽ നിന്ന്, നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് ദൈവാത്മാവ് നിന്റെ പ്രാണനെ കാക്കുവാനിടയായിത്തീരും. നിന്റെ പുറപ്പാട് എന്ന് പറയുമ്പോൾ നിന്റെ യാത്രകളെയും ആമേൻ, അതോടൊപ്പം തന്നെ ആമേൻ വരവുകളെയും, പുറപ്പാടുകൾ, യാത്രകളും വരവുകളെയും ദൈവാത്മാവ് അവിടുന്ന് പരിപാലിക്കുവാൻ തക്കവണ്ണവരെയായിത്തീരും. ആ തിരുവചനത്തോടനുബന്ധിച്ച് നാം അനുഭവിക്കുന്ന കഷ്ടതകളുടെ നടുവിൽ, നാം അനുഭവിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ സംരക്ഷണം ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്ത സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ മാറ്റി സംരക്ഷണം നൽകി തരുന്ന ദൈവത്തിന്റെ ആത്മാവ് ആമേ പറയുകയാണ്, പ്രാണനെ കാക്കും, നിന്റെ പുറപ്പാടും വരവും ഇന്നു മുതൽ എന്നേക്കും യഹോവ കാക്കും. മനുഷ്യരാരും നിന്റെ ജീവനെ കാക്കാൻ കൂടെ കാണില്ല. നീ ചിന്തിക്കുന്നവരും നീ ആഗ്രഹിക്കുന്നവരും നീ കാണുന്ന സമൂഹവും നിന്റെ പ്രാണനെ കാക്കുവാൻ കാണില്ല. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അവരെല്ലാവരും മാറി അകന്ന് നിൽക്കുന്ന സാഹചര്യങ്ങൾ നേരിടും. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, ആരകന്നു നിന്നാലും ആര് മാറി നിന്നാലും പ്രാണന് ഭീഷണിയായി നിൽക്കുന്ന പ്രതികൂലത്തെ ദൈവാത്മാവ് അവിടുന്ന് അഴിച്ചു മാറ്റി ദൈവിക മഹത്വവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും എന്ന് തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വാക്യം ഇങ്ങനെ ചിന്തിക്കുന്നു. സങ്കീർത്തന പുസ്തകം 23:4, ഞാൻ മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. മരണകരമായിരിക്കുന്ന ഈ അനുഭവങ്ങൾ, അത് രോഗമായാലും മറ്റു പ്രതികൂലമായാലും മരണകരമായ അനുഭവങ്ങൾ നിന്നെ വേട്ടയാടുമ്പോൾ, സങ്കീർത്തനം 23:4 പറയുകയാണ്, മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് വഴി നടത്തുമ്പോൾ, നമ്മുടെ പ്രാണന് ഭീഷണിയായി ജീവിതത്തിൽ മുന്നേറുന്ന ഏത് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും, ഏത് പരാജയപ്പെട്ടു പോകുന്ന മേഖലയിൽ കൂടി ആമി നടന്നാലും ദൈവാത്മാവ് നമ്മെ അവിടെ നിന്ന് വിട്ടുവീക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവൻ വിട്ടുവീക്കണമെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, പ്രാണനെ കാക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായിത്തീരണം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം,
നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് സുരക്ഷിതനായിരിക്കും. നീതിമാൻ അതിലേക്ക് കടന്നു വന്ന് സുരക്ഷിതനായി ദൈവാത്മാവ് പരിപാലിക്കുവാനിടയായി തീരും എന്ന് തിരുവചനം വിളിച്ചു പറയുന്നത് പോലെ ഇന്ന് രാത്രികാല ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കാം. പ്രാണനെ പരിപാലിക്കുന്ന ദൈവം അവിടുന്ന് പ്രാണനെ സംരക്ഷണം ചെയ്ത് പരിപാലിക്കുവാനിടയായി തീരേണ്ടതിന് ആ തിരുസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയുള്ളവരായി മുന്നേറാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.